minmax normalization എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. ഇതാണ് ഓൾഡ് മിനിമം, ഓൾഡ് മാക്സിമം. നമുക്ക് മാപ്പ് ചെയ്യേണ്ട റേഞ്ച് എന്ന് പറയുന്നത് 0 and 1. ഇതാണ് ന്യൂ മിനിമം, ന്യൂ മാക്സിമം. മാപ്പ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 73,600 ആണ്. നമ്മുടെ മിൻമാക്സ് നോർമലൈസേഷൻ്റെ ഫോർമുല ഇതാണ്. V dash is equal to V minus min divided by max minus min into new max minus new min plus new min. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് 73,600 ആണ്. നമുക്ക് മാപ്പ് ചെയ്യേണ്ട വാല്യൂ ആണ് V. മിനിമം എന്ന് പറയുന്നത് ഓൾഡ് മിനിമം 12,000, മാക്സിമം എന്ന് പറയുന്നത് ഓൾഡ് മാക്സിമം 98,000 മൈനസ് 12,000 വീണ്ടും മിനിമം വരുന്നുണ്ട്. പിന്നെ ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ. ന്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ പുതിയ റേഞ്ച് 1 മൈനസ് 0. ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ 1 മൈനസ് 0 പ്ലസ് ന്യൂ മിൻ. ന്യൂ മിൻ എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.716 ആണ്. 716 നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വെച്ചാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ വാല്യൂ 0 and 1. അപ്പോൾ കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഉത്തരം ഔട്ട് ഓഫ് ദി ബൗണ്ടറി 0 and 1 ആണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യുവർ ആൻസർ ഇസ് റോങ്. അപ്പോൾ ഇതാണ് മിൻമാക്സ് നോർമലൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് z-score നോർമലൈസേഷൻ ആണ്. z-score നോർമലൈസേഷൻ നമുക്ക് വേണ്ടത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ്. മീൻ ഓഫ് ദി ഡേറ്റ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡേറ്റ. ഇവിടെ മീൻ കൊടുത്തിരിക്കുന്നത് 54,000ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16,000ഉം ആണ്. നമുക്ക് മാപ്പ് ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യേണ്ട വാല്യൂ 73,600 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് V dash is equal to V minus A bar. A bar എന്ന് പറയുന്നത് മീനാണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് A. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 73,600 മൈനസ് മീൻ എന്ന് പറഞ്ഞാൽ 54,000 ഡിവൈഡഡ് ബൈ 16,000. വി ഗെറ്റ് ദ വാല്യൂ 1.225. ഇതാണ് z-score നോർമലൈസേഷൻ്റെ 73,600 മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ അവർ ഡാറ്റ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തരില്ല. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് ഡയറക്റ്റായിട്ട് തരില്ല അവർ. അപ്പം അങ്ങനെ തന്നില്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് മീൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഫോർമുല. റൂട്ട് ഓഫ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ നമ്പർ 1/n ഇൻറ്റു സിഗ്മ, അതായത് ഓരോന്നിൻ്റെ സം എടുക്കുക. ഓരോ വാല്യൂ അതിൽ നിന്ന് നമ്മൾ മീൻ ഓഫ് ദി വാല്യൂ മൈനസ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ കാണാം. അങ്ങനെ എല്ലാ ഇൻസ്റ്റൻസിനും ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതേ ഡിവൈഡഡ് ബൈ n, അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും കണ്ടുപിടിക്കുക. എന്നിട്ട് z-score കണ്ടുപിടിക്കുക, ഡയറക്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ലാസ്റ്റ് മെത്തേഡ് നോർമലൈസേഷൻ ബൈ ഡെസിമൽ സ്കെയിലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ V dash is equal to V by 10 raised to j. ഒരു j എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. 10 raised to ആ വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഗിവൺ വാല്യൂവിനെ സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഈ j എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് ഇൻറ്റീജർ സച്ച് ദാറ്റ് മാക്സിമം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് V dash is less than 1. ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് വിചാരിക്കുക, -986 to 917. ഈ റേഞ്ചിലെ മാക്സിമം ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 986 ആണ്. അതായത് ആബ്സല്യൂട്ട് വാല്യൂ നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്മൾ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇവിടെ മാക്സിമം ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 986 ആണ്. ഈ 986 ലെസ് ദാൻ 1 ആക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ആക്കണം? 0.986 ആക്കണം, എന്നാലേ ലെസ് ദാൻ 1 ആവുള്ളൂ. ഈ 0.986 ലെസ് ദാൻ 1, ഈ 986 ലെസ് ദാൻ 1 ആക്കണമെങ്കിൽ നമുക്ക് 3 ഡെസിമൽ പ്ലേസസ് വേണം. അതായത് j ഷുഡ് ബി ഈക്വൽ ടു 3. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാം? -986 ഡിവൈഡഡ് ബൈ 10 raised to 3 to 917 ഡിവൈഡഡ് ബൈ 10 raised to 3. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് -0.986 to 0.917. ഇതാണ് സ്കെയിലിംഗ്, ഡെസിമൽ സ്കെയിലിംഗ് നോർമലൈസേഷൻ എന്ന് പറയുന്ന മെത്തഡ്. ഇവിടെ ഒന്നുമില്ല, നമ്മുടെ റേഞ്ചിനെ ഒരു ഡെസിമൽ വാല്യൂ വെച്ച് ഒരു 10ന്റെ പവർ വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ പവർ കണ്ടുപിടിക്കുന്നത് മാക്സിമം ആബ്സല്യൂട്ട് വാല്യൂവിനെ ആസ്പദമാക്കിയിട്ടാണ്.